CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തുകളിൽ നാട്ടുകാരുടെ ഉറക്കം കെടുത്തി മോഷ്ടാക്കളുടെ രാത്രി സഞ്ചാരം. കുറുവ സംഘമാണോ പ്രാദേശിക മോഷ്ടാക്കളാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ജനം. പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്ന് ആവശ്യം. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കുന്നംകുളം ഒരുങ്ങുന്നു. സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം എഴുത്തുകാരനും അഭിനേതാവുമായ VK ശ്രീരാമൻ നിർവഹിച്ചു. പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന 2 വയസ്സുകാരി മരിച്ചു. തൃശൂർ കുര്യച്ചിറ കുറ്റിക്കാട്ട് ഫ്രാങ്ക്ലിൻ മകൾ എംറിനാണ് മരിച്ചത്. സംസ്കാരം നടത്തി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രോത്ത് ഗിൽ 2025 ഏകദിന ക്യാമ്പ് നടത്തി. കുന്നംകുളം പ്രസ് ക്ലബ് വാർഷിക പൊതുയോഗം നടന്നു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ കീബോർഡിൽ നാദലയം തീർത്ത് സഹോദരങ്ങളുടെ കീബോർഡ് കച്ചേരി അരങ്ങേറി. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിൽ നാട്ടരാഗത്തിന്റെ വൈവിധ്യഭംഗി ആസ്വാദകർക്ക് പകർന്ന് ജയശ്രീ രാജീവിന്റെ കച്ചേരി. പുതുശ്ശേരിയിൽ വാടക ക്വാർട്ടേഴ്സിനുള്ളിൽ താമസക്കാരനായ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുന്നംകുളം അടുപ്പുട്ടി സ്വദേശി കളത്തിപ്പറമ്പിൽ വീട്ടിൽ ദാമോദരന്റെ മകൻ ദിനേശനെയാണ് ശനിയാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കടവല്ലൂരിൽ പാതയോരത്ത് ശുചിമുറി മാലിന്യത്തിനു പുറമെ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് മദ്യക്കുപ്പികളും തള്ളിയ നിലയിൽ കണ്ടെത്തി. 200-ലധികം ഒഴിഞ്ഞ മദ്യക്കുപ്പികളാണ് ചാക്കുകളിലും മറ്റുമായി തള്ളിയിട്ടുള്ളത്. ഹൃദയാഘാതത്തെ തുടർന്ന് ചാവക്കാട് സ്വദേശി ഒമാനിൽ മരിച്ചു. പുന്ന അമ്പലത്തു വീട്ടിൽ 45 വയസ്സുള്ള അബ്ദുൾ നാസറാണ് ഒമാനിലെ സലാലയിൽ മരണപ്പെട്ടത്. എരുമപ്പെട്ടി കുണ്ടന്നൂർ ചുങ്കം തലശ്ശേരി പാതയിലെ റോഡ് നിർമ്മാണത്തിലെ അപാകത പരിഹരിച്ചു തുടങ്ങി. 2 ദിവസങ്ങളിലായി നടന്ന CPM കണ്ടാണശ്ശേരി ലോക്കൽ സമ്മേളനം, റെഡ് വളണ്ടിയർ മാർച്ച്, പ്രകടനം, പൊതുയോഗം എന്നീ പരിപാടികളോടെ സമാപിച്ചു. CPM പൊന്നാനി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പൊന്നാനി ഏരിയ കമ്മിറ്റി വനിതാ ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. തോന്നല്ലൂർ അയ്യപ്പ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ തോന്നല്ലൂർ ശ്രീ ബാലനരസിംഹമൂർത്തി ക്ഷേത്ര സന്നിധിയിൽ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. പുന്നയൂർകുളം പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായി സ്റ്റേജ് ഇതര പരിപാടികൾ ചെറായി ഗവൺമെന്റ് UP സ്കൂളിൽ നടത്തി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ഹരിതസഭയിൽ പഞ്ചായത്ത് പരിധിയിലെ 9 സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളും അധ്യാപകരും പങ്കെടുത്തു. മാലിന്യമുക്ത നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് കുട്ടികളുടെ മാതൃകാ ഹരിതസഭ സംഘടിപ്പിച്ചു. ബ്ലാങ്ങാട് നന്മ കലാകായിക സാംസ്കാരിക സമിതിയുടെ 15ാം വാർഷികത്തിന്റെ ഭാഗമായി 100-ൽ പരം റംബുട്ടാൻ തൈകൾ വിതരണം ചെയ്തു. പുത്തൻകടപ്പുറം HILP സ്കൂളിൽ രുചിയുത്സവം നടത്തി. പാഠഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തി പരിച്ചകം AMLP സ്കൂളിൽ മധുരമേളം എന്ന പേരിൽ പലഹാരമേള സംഘടിപ്പിച്ചു. GHSS മാറഞ്ചേരി UP വിഭാഗം ശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ യൂണിറ്റ് എക്സ്പോ സംഘടിപ്പിച്ചു. തിച്ചൂർ കുട്ടഞ്ചേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ആഘോഷിച്ചു. IPHുമായി ചേർന്ന് പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ സംഘടിപ്പിക്കുന്ന അൻസാർ ലിറ്ററേച്ചർ കാർണിവൽ 2024ന്റെ ഭാഗമായി മെഗാ പുസ്തക കൈമാറ്റം നടന്നു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.